നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ബുക്ക് ഫോറൻസിക് മെഡിസിൻ പ്രൊഫസറായിരുന്ന പോലീസ് സർജനായിരുന്ന ഡോക്ടർ ബി ഉമാദത്തിൻ്റെ ഒരു പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന ഈ പുസ്തകമാണ്. ഡോക്ടർ ബി ഉമാദത്തൻ പുള്ളി മറ്റു പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് കപാലം എന്നൊരു പുസ്തകമുണ്ട്. കപാലം എന്ന് പറഞ്ഞാൽ തലയോട്ടി. അതിൽ ഒരു 10-15 ചെറുകഥകളാണ്. എല്ലാം ഒരു ഡിറ്റക്റ്റീവ് സ്വഭാവമുള്ള കഥകളാണ്. അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് കുറ്റാന്വേഷണത്തിലെ വൈദ്യശാസ്ത്രം, അതുപോലെ കേരളത്തിൻ്റെ കുറ്റാന്വേഷണ ചരിത്രം എന്നീ 2 പുസ്തകങ്ങളും പുള്ളി എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഒരു അക്കാഡമിക് സ്വഭാവമുള്ള ബുക്കുകളാണ്. ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന ഈ പുസ്തകം ഇതേ ഒരു സ്വഭാവത്തിൽ വരുന്ന മറ്റൊരു പുസ്തകമാണ് ഡോക്ടർ ഷേർലി വാസു, ഈയിടെ അന്തരിച്ച ഡോക്ടർ ഷേർലി വാസു എഴുതിയ പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന പുസ്തകം. ഇതെല്ലാം ഏതാണ്ട് സമാന സ്വഭാവമുള്ള പുസ്തകങ്ങളാണ്. ഈ ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ഫോറൻസിക് കേരളത്തിൽ ഒരുപാട് ആൾക്കാർക്ക് താല്പര്യമുള്ളൊരു കാര്യമാണ്. നമ്മളെല്ലാം എന്തെങ്കിലും കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് കിട്ടാവുന്ന റിസോഴ്സുകൾ പത്രങ്ങളിലെല്ലാം വായിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്ത ഫോറൻസിക് സർജന്മാർ, വിദഗ്ധന്മാരുള്ള ഒരു നാടാണ് നമ്മുടെ. ഇപ്പോൾ ഡോക്ടർ ബി ഉമാദത്തനായാലും ഷേർലി വാസു ആയാലും, അതുപോലെ തന്നെ ഡോക്ടർ രമ, ആക്ടർ ജഗദീഷിൻ്റെ ഭാര്യയായിരുന്ന ഡോക്ടർ രമ, ഇവരൊക്കെ നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റികളാണ്. അതുപോലെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ഈ ഫോറൻസിക് ഈ നാഷണൽ ലെവലിൽ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ എക്സാമും കാര്യങ്ങളൊക്കെ വരുമ്പോഴും കേരളത്തിലുള്ള ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ളവർ, ആ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ളവർ ഒരുപാട് ഗോൾഡ് മെഡലുകളും കാര്യങ്ങളൊക്കെ സ്ഥിരമായി വാങ്ങിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിലെ ഒരു വളരെ മികച്ച ഒരു ഏരിയ തന്നെയാണ്. ഈ പുസ്തകത്തിലോട്ട് വരികയാണെങ്കിൽ ഇത് 41 ചാപ്റ്ററുകളായിട്ട് തിരിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പം ഇദ്ദേഹം ഒരു ഫോറൻസിക് വിദഗ്ധൻ മാത്രമല്ല, നല്ലൊരു ഡിറ്റക്റ്റീവ് കൂടെയാണെന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ കേസുകൾ, ഓരോ ചാപ്റ്ററുകളിൽ എന്തെങ്കിലും ഒരു തീമുണ്ടാകും. ഏതെങ്കിലും ഒരു കേസിനെ പിടിച്ചിട്ട് അതിൻ്റെ പിറകിലുള്ള സയൻറ്റിഫിക് അല്ലെങ്കിൽ റിസർച്ച് മെത്തേഡുകളെ പറ്റി വളരെ വിശദമായി പറയുകയും സാധാരണ മനുഷ്യന് വിശദമായി മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിച്ച് തരികയും, അതുപോലെ ചിലപ്പോൾ ഈ പബ്ലിക് പ്രഷറുകൾ കാരണം പുള്ളിക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, അതുപോലെ കുറച്ച് ചാപ്റ്ററുകൾ പുള്ളി ലിബിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഓർമ്മകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ചാപ്റ്ററുകളെ പറ്റി പറയുകയാണെങ്കിൽ പ്രമാദമായ പല കേസുകൾ, അതായത് സുകുമാരക്കുറുപ്പ് ചാക്കോനെ കാറിലിട്ട് കത്തിക്കുന്ന ആ കേസ്, അതുപോലെ തന്നെ സിസ്റ്റർ അഭയയുടെ കേസ്, അതുപോലെ മിസ് കുമാരി എന്ന് പറഞ്ഞിട്ടൊരു മലയാളം സിനിമ അഭിനേത്രി, അവരുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കേസ്, ഇങ്ങനെ പ്രമാദമായ പല പല കേസുകൾ ആണ് ഓരോ ചാപ്റ്ററുകളിൽ പുള്ളി വിശദീകരിക്കുന്നത്. അപ്പം ചില ചാപ്റ്ററുകളിൽ പുള്ളിയുടെ പഠിക്കുന്ന സമയത്തുള്ള അക്കാദമിക് കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ചാപ്റ്റർ എനിക്ക് ഓർമ്മയുള്ള, പുള്ളി ഇതുപോലെ വായിച്ച് പഠിച്ച പുസ്തകങ്ങളിൽ നിന്ന് ഒരു 3 ചെറിയ എല്ലുകൾ എന്നൊരു കഥ, അതായത് വേറെ ഏതോ രാജ്യത്താണ് ഒരു കിണർ വൃത്തിയാക്കുമ്പോൾ അതിൽ നിന്ന് പോലീസുകാർക്കൊരു 3 എല്ല് കഷ്ണം കിട്ടി. അത് പോലീസുകാർ എടുത്തിട്ട് ഒരു ഫോറൻസിക് ആളുടെ അടുത്ത് എത്തിക്കുകയും ആ ചെറിയ 3 എല്ലുകളിൽ നിന്ന് ആരാണ് മരിച്ചത്, അവരുടെ ശാരീരിക പ്രത്യേകത എന്തൊക്കെയാണെന്നൊക്കെ കണ്ടെത്തുകയും, മരിച്ചതാരാണെന്ന് കണ്ടെത്തുകയും കൊലപാതകം കണ്ടെത്തുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യം പുള്ളി പറയുന്നുണ്ട്. അതെനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. അതിൻ്റെ ഒരു ത്രില്ലിങ് സ്വഭാവം, ഒരു ഫിക്ഷൻ അല്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ത്രില്ലുണ്ടല്ലോ, അതെനിക്ക് വ്യക്തമായിട്ട് അതിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പുസ്തകം ആദ്യമേ തന്നെ ഞാൻ പറയാൻ കാരണം, ഈ പുസ്തകം വായിച്ചത് വഴി എനിക്ക് ഒരുപാട് സിനിമകൾ അല്ലെങ്കിൽ മറ്റ് കുറ്റാന്വേഷണ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ മറ്റൊരു തലത്തെ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പം ഈ പുസ്തകത്തിൻ്റെ പല 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 കാര്യങ്ങൾ, അതായത് ഈ തലയോട്ടിയൊക്കെ എടുത്തിട്ട് സൂപ്പർ ഇമ്പോസിഷൻ, എക്സിമേഷൻ ചെയ്തെടുക്കുന്ന തലയോട്ടി വെച്ചിട്ട് മരിച്ച ആളുടെ തലയോട്ടിയാണോ എന്ന് കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള മുറിവുകൾ, ഇപ്പം ഫാബ്രിക്കേഷൻ വുണ്ട്, ഹെസിറ്റേഷൻ വുണ്ട്, ഇതൊക്കെ പുള്ളി പറയുന്നുണ്ട്. ഫാബ്രിക്കേഷൻ ഇപ്പം സ്വന്തമായിട്ട് തെളിവുണ്ടാക്കാനായിട്ട് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന വുണ്ടുകൾ, അതുപോലെ ഒരാൾ സ്വയം കുത്തിപ്പരിപ്പിക്കുകയാണെങ്കിലും മറ്റൊരാൾ കുത്തുകയാണെങ്കിലും
അത് രണ്ടും രണ്ട് തരത്തിലുള്ള കുത്താണെന്ന് എനിക്ക് ഈ ബുക്ക് വായിച്ച വഴിയാണ് മനസ്സിലായത്. ഇപ്പോൾ ഹെസിറ്റേഷൻ കൊണ്ടെന്ന് പറയുന്നതിന് അതിന് ചില പ്രത്യേകതകളുണ്ടാവും. അതുപോലെ തന്നെ മുങ്ങി മരണങ്ങൾ, അപ്പം വെറ്റ് ഡ്രൗണിങ്, ഡ്രൈ ഡ്രൗണിങ്, ഇതൊക്കെ പുള്ളി വിശദീകരിച്ചിട്ടുണ്ടാവും. രണ്ടും മുങ്ങി മരിക്കുന്നത് തന്നെയാണ്. പക്ഷേ ശ്വാസകോശത്തിൽ വെള്ളം കയറിയിട്ടുള്ള മരണവും അല്ലാതെയുള്ള വെള്ളത്തിൽ വീണിട്ടുള്ള മരണങ്ങളൊക്കെ പുള്ളി അത് പറയുന്നുണ്ട്. അപ്പോൾ ഒരു മുങ്ങി മരിച്ച ഒരു ശവശരീരം കിട്ടുകയാണെങ്കിൽ അവരെങ്ങനെയാണ് അതിനെ നോക്കുന്നത്. അതുപോലെ തന്നെ ആത്മഹത്യകൾ, കയറ് കുരുക്ക് മുറുകുമ്പോൾ ഉണ്ടാകുന്ന ലിഗേച്ചർ വൂണ്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ റിഗർ മോർട്ടിസ് എന്നൊരു ടൈം, അതായത് മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരം ഇങ്ങനെ മസിൽസൊക്കെ സ്പാസമായിട്ട് അനങ്ങാണ്ടിരിക്കത്തില്ലേ, അപ്പം അത് വെച്ചിട്ട് മരണസമയം കണ്ടുപിടിക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മറ്റൊരു കാര്യം, ബാലിസ്റ്റിക്സ്, അതായത് ഒരു തോക്കിൽ നിന്ന് വെടി പൊട്ടുമ്പോൾ അപ്പം എത്ര അകലത്ത് നിന്നാണ് വെടി വെച്ച ആൾ എത്ര അകലത്ത് നിന്നാണ് വെടി വെച്ചതെന്നൊക്കെ കണ്ടുപിടിക്കുന്നത് ഈ വൂണ്ടൊക്കെ വഴി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കുറേ കോൺസെൻട്രിക് സർക്കിൾസ് ഉണ്ടാക്കുക. അതുപോലെ എൻട്രി വൂണ്ട്, എക്സിറ്റ് വൂണ്ട്. അതുപോലെ തന്നെ ഒരു വെടി കൊണ്ട പാടെടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ പെപ്പറിങ്, ബ്ലാക്കനിങ്, പിന്നെ അബ്രേഷൻ മുറിവ്, അബ്രേഷൻ കോളറോ അങ്ങനെ കണ്ട്, അത് ഗ്രീസ് കോളർ, അങ്ങനെ കുറേ കോൺസെൻട്രിക് സർക്കിൾസിൻ്റെ കാര്യമൊക്കെ പുള്ളി പറയുന്നുണ്ട്. അതുപോലെ തന്നെ DNA ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരെങ്ങനെയാണ് അത് ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ ബലാത്സംഗ കേസുകളിൽ ഉള്ള പല പല പ്രത്യേകതകൾ. അപ്പോൾ ഇതൊക്കെ പുള്ളി വിശദമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ചാപ്റ്ററിൽ ലോക്കപ്പ് മർദ്ദനങ്ങൾ, അതായത് ഈ ഉരുട്ടുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഉരുട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് രക്തം എന്താണ് നമ്മുടെ ശരീരത്തിനകത്ത് സംഭവിക്കുന്നത്, എന്തുകൊണ്ട് രക്തം പുറത്തു വരുന്നില്ല, അതെന്തുകൊണ്ട് ഒരു കത്തി കൊണ്ട് കുത്തുന്നേക്കാളും ക്രൂരമാണ് ഈ ഉരുട്ടുന്നത്. അത് പിന്നെ ലോക്കപ്പിൽ ചില രോഗികൾ മരിച്ചു കഴിയുമ്പോൾ ലോക്കപ്പ് മർദ്ദനമാണെന്ന് പറഞ്ഞ പല മരണങ്ങളും ലോക്കപ്പ് മർദ്ദനം കാരണമല്ല, അല്ലാതെ മറ്റ് റീസൺസ് കൊണ്ടാണ് മരിച്ചതെന്നൊക്കെ പോസ്റ്റ്മോർട്ടത്തിൽ തെളിയിച്ച കാര്യങ്ങളും. അപ്പോൾ ഇങ്ങനെ കുറച്ചധികം വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ നിറയെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വളരെ സമയമെടുത്ത് വായിച്ച പുസ്തകമാണ്. ഒരു മാസത്തോളം എടുത്തു. ഞാൻ പലതും വായിച്ചിട്ട് ഞാൻ അതിനെപ്പറ്റി ഗൂഗിൾ ചെയ്ത് നോക്കുകയും വായിക്കുകയും അത് മനസ്സിൽ പതിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു ബുക്കാണ്. പക്ഷേ ഈ ഒരു ബുക്ക് വായിച്ചതിന് ശേഷം 2-3 വർഷം മുമ്പ് ഞാൻ വായിച്ചതാണ്. വായിച്ചതിന് ശേഷം എനിക്ക് ഒരുപാട് സിനിമകളൊക്കെ കാണുമ്പോഴും മറ്റൊരു തരത്തിൽ എനിക്കതിനെ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇത് എല്ലാവർക്കും ഞാൻ നല്ലതായിട്ട് റെക്കമെൻഡ് ചെയ്തൊരു ബുക്കാണ്. മറ്റുള്ള ക്രൈം ഫിക്ഷൻ, ത്രില്ലറൊക്കെ അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നതിന് മുമ്പേ ഇത് നമുക്കൊന്ന് പഠിക്കാൻ കരുതി. പിന്നെ ബുക്കിൻ്റെ വില 460 രൂപയാണ്. ഞാൻ മേടിച്ചപ്പോൾ 430 രൂപയായിരുന്നു. ഇപ്പം 460 രൂപയാണെന്ന് മനസ്സിലാക്കുന്നു. ആമസോണിലുണ്ട്. അതുപോലെ തന്നെ ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന 24ാം പതിപ്പാണ്. ഇപ്പം എത്രാമത്തെ പതിപ്പാണെന്ന് എനിക്കറിയില്ല. അപ്പം എല്ലാവരും ഒന്ന് വായിച്ച് മനസ്സിലൊന്ന് ഇങ്ങനെ ഉൾക്കൊണ്ട് വെക്കുക. ഇതിന് ഒരുപാട് ഒരു അക്ഷയപാത്രം തന്നെയാണ് അറിവുകളുടെ. ഓൺലൈൻ മേടിക്കാതെ പറ്റുമെങ്കിൽ ഒരു കടകളിൽ പോയി മേടിക്കാൻ ശ്രമിക്കുക. ഞാൻ പുസ്തകം മേടിക്കാൻ നാട്ടിൽ പോയി കടകളിൽ പോയപ്പോഴും പലപ്പോഴും അവർ വിഷമം പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു കടക്കാരൻ എന്നോട് ആരും വരുന്നില്ല പുസ്തകം മേടിക്കാനെന്ന്. അതുകൊണ്ട് എല്ലാവരും പോയി മേടിക്കുക. ഇത് നല്ലൊരു വായനാ അനുഭവമായിരിക്കും. എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക. താങ്ക് യു.